തെക്കുകിഴക്കൻ ഏഷ്യയിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറാണെന്നാണ് അറിയുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. തെക്കുകിഴക്കൻ ഏഷ്യയിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം മ്യാൻമറാണെന്ന് പറയപ്പെടുന്നു. ഭൂകമ്പത്തിന്റെ ശക്തിയിൽ ബാങ്കോക്കിൽ വരെ ബിൽഡിങ്ങുകൾ തകർന്നു വീണു. 7.7 തീവ്രതയുള്ള ഭൂകമ്പത്തിന്റെ പ്രതിഫലനം തായ്ലൻഡിലും മറ്റും അനുഭവപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം തന്നെ 6.4 തീവ്രതയിൽ തുടർചലനമുണ്ടായി. ഭൂകമ്പത്തിൽ തായ് തലസ്ഥാനമായ ബാങ്കോക്കിൽ ഒരു ബഹുനില കെട്ടിടം പാടെ തകർന്നു വീണു. 50-നടുത്ത് ജോലിക്കാരുണ്ടായിരുന്ന ബിൽഡിംഗിൽ ഒരാൾ മരിക്കുകയും 43 പേർ അതിൽ കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മ്യാൻമറിൽ നിരവധി കെട്ടിടങ്ങൾ തകർത്ത ഭൂകമ്പത്തിന്റെ പ്രകമ്പനം ചൈനയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. പ്രകമ്പനം മൂലമുണ്ടായ ഭയത്തിൽ ആളുകൾ കൂട്ടത്തോടെ ബിൽഡിങ്ങുകളിൽ നിന്നും പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. മ്യാൻമറിൽ കൂടുതൽ ബിൽഡിങ്ങുകളും ഒറ്റനിലയുള്ളതും പലതും തടികൊണ്ടും മുളകൊണ്ടും ഉണ്ടാക്കിയതും ആയതിനാൽ നാശനഷ്ടങ്ങളും അപകടങ്ങളും കുറയാനാണ് സാധ്യത. മ്യാൻമറിലെ ഭൂകമ്പത്തെ തുടർന്ന് ബാങ്കോക്കിലും ഏകദേശം 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം തന്നെയാണ് ഉണ്ടായതെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു 4 നില കെട്ടിടം തകരുകയും നിരവധി പേർ അതിൽ കുടുങ്ങുകയും ചെയ്തു. പലരും കൊല്ലപ്പെടുകയും കാര്യമായ പരിക്കുകൾക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. പരിക്ക് പറ്റിയവരും കൊല്ലപ്പെട്ടവരിൽ അധികവും കുട്ടികളും സ്ത്രീകളുമാണ്. ജീവനുള്ളവരെ സിവിൽ ഡിഫൻസ് വിഭാഗം പുറത്തെടുക്കുന്ന തിരക്കിലാണ്. രക്ഷപ്പെടുത്തിയവരിൽ അധികവും ബിൽഡിംഗിനിടയിൽപ്പെട്ട കുട്ടികൾ തന്നെയായിരുന്നു. പുറത്തെടുത്ത മൃതദേഹങ്ങളിൽ 4 പേർ സ്ത്രീകളും 1 ഒരു പെൺകുട്ടിയുമായിരുന്നു. ഫലസ്തീനികൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസി പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഇരുണ്ട കാലത്തിലൂടെയാണ് ഗസ കടന്നുപോകുന്നത് എന്നാണ്. ഫിലിപ്പ് ലാസറിനി പറയുന്നത് 3 ആഴ്ചയായി ഗസയിലേക്ക് ഒരു മാനുഷിക സഹായവും ലഭിച്ചിട്ടില്ല എന്നാണ്. അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിരവധി ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. റാമല്ല, നബുല, ജനീൻ എന്നിവിടങ്ങളിലെ ഫലസ്തീനികളെ ഇസ്രായേൽ സേന കൂടുതലായി ആക്രമിക്കപ്പെടുന്നുണ്ട്. രോഗികളെയും പരിക്കുപറ്റിയവരെയും കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും കടത്തിവിടുന്നില്ല ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ സേന പറയുന്ന പുലർച്ചെ ഇസ്രായേലിന്റെ നിരവധി ഭാഗങ്ങളിൽ നിന്നും അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നു എന്നാണ്. അതിന്റെ കാരണമായി പറയുന്നത് ലെബനനിൽ നിന്നും റോക്കറ്റ് ആക്രമണം വീണ്ടും പതിവാക്കിയിരിക്കുന്നു എന്നാണ്. ഇസ്രായേൽ സേന പറയുന്നത് ഒരു റോക്കറ്റ് ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇസ്രായേൽ വെച്ച് തകർക്കുകയും മറ്റൊന്ന് ലെബനിൽ തന്നെ തകർന്നു വീഴുകയും ചെയ്തുവെന്ന്.